മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതായത് മഹാലക്ഷ്മി മരിച്ചതുമില്ല. കണ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്കും മഹാലക്ഷ്മി മരിച്ചു എന്ന പേരിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് കണ്ണൻ്റെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടി പണ്ട് തനിക്ക് എങ്ങനെയൊക്കെയാണ് ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത് അതുപോലെ ജ്വല്ലറിയിലോ ഓഫീസിലോ എവിടെയെങ്കിലും കയറിപ്പറ്റി കുറേ പൈസ തട്ടിയെടുക്കുക മാത്രമല്ല മഞ്ജുവിനെ കല്യാണം കഴിച്ച ഭർത്താവ് എന്ന നിലയ്ക്ക് മഞ്ജു വഴിയും കുറേ സ്വത്തുക്കൾ സമ്പാദിച്ചെടുക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. മാത്രമല്ല ഇപ്പം മേഘനാണെങ്കിൽ മാനസികം കുഞ്ഞിനും ചിലവിന് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ജോലിയിൽ നിന്ന് കണ്ണം പുറത്താക്കിയിട്ട് പിന്നെ ഇതുവരെ ജോലിയിലേക്ക് തിരിച്ച് കയറ്റിയിരുന്നില്ലല്ലോ. മാത്രമല്ല മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കയ്യിരിക്കുന്ന പൈസയൊക്കെ കുറേ ചിലവാക്കി. എത്രയും ചെല്ലിയ അച്ഛനോടായാലും അമ്മയോടായാലും പൈസ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് മേഘൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. മഞ്ജു അറിയാതെ മഞ്ജുവിൻ്റെ കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ടുപോയി പണയം വെക്കാമെന്ന്. എന്തായാലും മഞ്ജുവിനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ സ്വർണ്ണം ഒന്നും പണയം വെക്കാൻ കൊടുക്കത്തില്ല. മേഘൻ്റെ സ്വഭാവം കൊള്ളില്ല. അവനൊന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയിൽ ബന്ധമുണ്ട്. അതിലൊരു ആൺകുഞ്ഞും ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം മഞ്ജുവിനാണെങ്കിൽ പഴയതുപോലെ മേഘനെ സ്നേഹിക്കാനോ ഭർത്താവെന്ന രൂപത്തിൽ പരിഗണിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വർണം പണയം വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവൾ കൊടുക്കില്ല. അതുകൊണ്ട് മേഘ നേരിട്ട് ചോദിക്കുന്നുമില്ല. സ്വന്തം അച്ഛനോടും പ്രതാപനോടും പറയുന്നുണ്ട് മഞ്ജു ഇപ്പം ആളാകെ മാറിയിട്ടുണ്ട്, അവൾ കളം മാറി ചവിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ മഹാലക്ഷ്മി കണ്ണനും കൂടി എന്തൊക്കെയോ പറഞ്ഞ് അവളെ തിരുത്തിയിരിക്കുന്നതാ. അതുകൊണ്ട് അമ്മയോട് ഞാൻ പറയുന്നത് ഞാനും അവളും തമ്മിലുള്ള കുടുംബജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പുറമേ പറയുന്നെങ്കിലും അമ്മയെ അറിഞ്ഞത് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ മറച്ചു വെക്കുന്നത്. അല്ലാതെ ഞാനും മഞ്ജുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നതിനപ്പുറം അവൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ലെന്നൊക്കെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഞ്ജുവിനോടോ സീമന്തിനി അമ്മായിയോടോ വാമദേവനോടോ ഒന്നും പറയാതെ രഹസ്യമായിട്ട് വീട്ടിൽ നിന്ന് മഞ്ജുവിൻ്റെ കുറേ സ്വർണ്ണം എടുത്ത് പണയം വെക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അതേസമയമാണെങ്കിൽ നമ്മുടെ സാഗർ ആണെങ്കിൽ മാർക്കോ പറഞ്ഞത് പ്രകാരം മഞ്ജുവിനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ മഞ്ജു ഒരു പോസിറ്റീവായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പലതവണ തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു എങ്കിലും മഞ്ജു അത് വിഷയം മാറ്റാനാണ് ശ്രമിക്കുന്നത്. തനിക്കിപ്പോൾ ഒരു പുരുഷനെ അംഗീകരിക്കാനുള്ള സാഹചര്യമല്ല. കാരണം കുട്ടിക്കാലം മുതലേ താൻ സ്നേഹിച്ച ഒരു പുരുഷൻ തന്നെ വഞ്ചിച്ചു. അതുകൊണ്ട് പെട്ടെന്നൊന്നും മറ്റാരെയും എനിക്ക് വിശ്വസിക്കാനാകില്ല. നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ സാഗറിനോട് സംസാരിക്കുന്നത് അതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കരുതെന്ന് വാൺ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാഗർ പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തനിക്ക് എന്നെ ആ രൂപത്തിൽ കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും നാളെ ഒരു സമയത്ത് മേഘനുമായിട്ടുള്ള കുടുംബജീവിതം അവസാനിപ്പിച്ച് താൻ വന്ന് ജീവിക്കുന്ന സമയത്ത് തനിക്കൊരു കൂട്ട് വേണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്നെ പരിഗണിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മഞ്ജുവിനോട്. മഞ്ജു ആണെങ്കിൽ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. ഇപ്പം മാർക്കോ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മഞ്ജുവിൽ നിന്നും പോസിറ്റീവായിട്ടൊരു മറുപടി മേടിച്ചെടുക്കണം. കാരണം മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത എന്തെങ്കിലും കൊനഷ്ടം കൊണ്ട് വരുന്നതിന് മുമ്പ് മഞ്ജുവും കൂടി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പം സ്വത്തും കിട്ടില്ല മഞ്ജുവും പോയെന്നുള്ള ആ ഒരു മാനസിക ഡിപ്രഷനിൽ അവൻ ഒതുങ്ങിക്കൂടിക്കോളൂമെന്ന് മാർക്കോ പ്രതീക്ഷിക്കുന്നു. അതും പ്രകാരമാണ് മാർക്കോ സാഗറിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് മഞ്ജുവിനിൽ നിന്നും സ്നേഹം പിടിച്ചു വാങ്ങണം. അതിനുശേഷം നിങ്ങളുടെ കാര്യം ഞാൻ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറഞ്ഞേക്കാം. ഇപ്പം എന്തായാലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കണ്ണനും മഹാലക്ഷ്മിയും. കാരണം മുമ്പൊരിക്കൽ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴേ മഹാലക്ഷ്മിക്ക് തീരെ ഇഷ്ടമല്ലാത്ത രൂപത്തിലാണ് സംസാരിച്ചത്. അതായത് നിന്നെ ഒരുപാട് വിശ്വസിച്ച് സ്വന്തം സഹോദരൻ എന്ന രൂപത്തിൽ കൂടെ കൂട്ടിയപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് നീ അവരോട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഒരിക്കലും മാർക്കോ ഞാൻ മഞ്ജുവിൻ്റെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല അവളുടെ പിന്നാലെ കൂടിയത്. ആത്മാർത്ഥമായിട്ട് മഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്കൊരു കുടുംബജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ജുവിനെ പോലെ നല്ലവളായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നോടൊപ്പം ജീവിക്കേണ്ടത് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് മഞ്ജുവിനോടൊപ്പം സ്നേഹമാണെന്നും പറഞ്ഞ് പിറകെ നടക്കുന്നത്. അല്ലാതെ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല. ഒരു പക്ഷേ നാളെ മഞ്ജുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം കണ്ണനോ മഹാലക്ഷ്മിയോ ഒരു സ്വത്തും മഞ്ജുവിന് കൊടുത്തില്ലേ പോലും എനിക്ക് യാതൊരു പരാതിയില്ല, മഞ്ജു മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ മാർക്ക് പറയുന്നു നിൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും അത് മാത്രം പോരാ, മഞ്ജുവിനും കൂടി നിന്നെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അതും പ്രകാരം മഞ്ജുവിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് സാഗർ വിളിച്ചു വരുത്തുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് സാഗർ നിൽക്കുന്നിടത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാഗറെ കാണണമെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ എന്ന് ചോദിക്കുമ്പം മഞ്ജു ഞാൻ നിന്നോട് പലതവണ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്, അല്ലാതെ മറ്റൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നു
മേഘനാഥൻ എന്ന് പറയുന്ന ചതിയനെ ഞാൻ ഉപേക്ഷിച്ചാൽ പോലും സാഗറിനെ വിവാഹം കഴിക്കണോ വേണ്ടിയോ എന്ന് ചിന്തിക്കണമെങ്കിൽ പോലും എൻ്റെ കണ്ണേട്ടനോടും മഹാലക്ഷ്മിയോടും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയും. അവർ സാഗർ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിച്ച് കൂടെ കൂട്ടിയാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റൂ എന്ന് തീർത്തു പറയുമ്പോൾ സാഗർ വാക്കു കൊടുക്കുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിന് എൻ്റെ കാര്യം ചിന്തിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അന്നേരം ആലോചിക്കാം എന്ന് മഞ്ജുവും പറയുന്നു. എങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു അങ്ങ് തിരികെ പോകുന്നു. അതേസമയം മാനസയാണെങ്കിൽ മേഘനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞിന് തീരെ വയ്യ, പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നും ബില്ലടയ്ക്കാൻ തൻ്റെ കയ്യിൽ നിവർത്തിയില്ലെന്നും വാടക പൈസ പോലും അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഓണർ തന്നെ വഴക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് മേഘം പറയുന്നു, നീ വിഷമിക്കേണ്ട, ഉടനെ തന്നെ ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് വന്നേക്കാം. മോൻ ഏത് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്, അവനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നേരം മാനസ പറയുന്നു ഹോസ്പിറ്റലും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവളൊരു ഭീഷണി രൂപത്തിൽ മേഘനോട് പറയുന്നുണ്ട്, എത്തവണത്തെയും പോലെ വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറ്റിക്കാനാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ, ഞാനൊന്നും മഞ്ജുവിനെ കോൾ ചെയ്യാത്ത താമസമേ ഉള്ളൂ നിങ്ങളുടെ കുടുംബജീവിതവും സ്വപ്നങ്ങളും തകരാൻ. അതുകൊണ്ട് ഇന്ന് വൈകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാനും വാടക പൈസ അടയ്ക്കാനും പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിരിക്കും, അല്ലെങ്കിൽ മഞ്ജുവിനെ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറയുമ്പോൾ മേഘം പറയുന്നു, അവിവേകമൊന്നും കാണിക്കല്ലേ മാനസേ, ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരം തന്നെ നിന്നെയും കുഞ്ഞിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാന്നൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട്. അതും പ്രകാരം കോൾ കട്ട് ചെയ്യുന്നുണ്ട് മാനസ. എന്തായാലും വാടക പൈസയായിട്ട് നല്ലൊരു എമൗണ്ട് വേണം, മാത്രമല്ല ഹോസ്പിറ്റലിലെ ബില്ലടക്കുകയും വേണം. പൈസയ്ക്ക് തീരെ നിവൃത്തിയില്ലാതെ നിൽക്കുന്നുണ്ട്. മേഘൻ തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടാണ് പണം വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് വാമദേവനോട് ചോദിക്കുക എന്നുള്ള വിഷമവും ഉണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനിൽ നിന്നും മോഷ്ടിച്ചെടുത്തിരിക്കുന്ന ആ സ്വർണം പണയം വെക്കാനായിട്ട് പോകുന്നുണ്ട് മേഘനാഥൻ. അങ്ങനെ കണ്ണൻ്റെ ഫിനാൻസിൽ തന്നെ സ്വർണം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ആ സ്വർണ്ണാഭരണങ്ങളൊന്നും ശരിക്കുള്ള സ്വർണ്ണമല്ലെന്ന് ആ ഫിനാൻസിൽ നിൽക്കുന്ന ജോലിക്കാരന് മനസ്സിലാകുന്നുണ്ട്. ഈ വിവരം പെട്ടെന്ന് തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയും വിളിച്ചറിയിക്കുന്നു. അന്നേരം മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ടാ വേണ്ടുന്നത്? അത് മുക്കുകൊണ്ടാണെന്ന് പറയുന്നു. 10 പവനും കണ്ട പണയം വെക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് വേണം? അങ്ങനെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നു, അവനിട്ട് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ സാഹചര്യം തന്നെയാണിത്. ഇത്തിരി ഇമിണിയൊന്നും അല്ലല്ലോ നമ്മളെ അവൻ ദ്രോഹിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത്തവണ നിൻ്റെ ജീവൻ അപഹരിച്ച് ആ ചിതയ്ക്ക് തീ കത്തിച്ചപ്പോഴുള്ള അവൻ്റെ സന്തോഷം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് എന്തായാലും പോലീസിനെ വിളിക്കാൻ പറ, എല്ലാ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നു, അത്രയ്ക്ക് വേണോ? പിന്നെ വേണ്ടേ? നമ്മളോട് കാണിക്കാത്ത മനസാക്ഷി എന്തിനാ നമ്മൾ തിരിച്ച് കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി അയാളോട് വിളിച്ചു പറയുന്നു, എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കാൻ. അതും പ്രകാരം പോലീസ് വന്ന് നമ്മുടെ മേഘനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മുക്കുവണ്ടം പണയം വെക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ. മേഘനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യവും അതിൻ്റെ പിന്നിൽ കണ്ണനും മഹാലക്ഷ്മിയാണെന്നുള്ള കാര്യമൊക്കെ ദുർഗാമ്മയും സീമന്തിനി അമ്മായും വാമദേവനും അറിയുന്നുണ്ട്. അത് അവരെ വല്ലാണ്ട് ചൊടിപ്പിക്കുന്നുണ്ട്. അന്നേരമാണ് സീമന്തിനി അമ്മായും വാമദേവനും മറ്റൊരു കാര്യം അറിയുന്നത്, മഞ്ജുവിൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങളൊന്നും ശരിക്കുള്ള സ്വർണ്ണമല്ല, മുക്കുപണ്ടമാണെന്ന്. വിവാഹത്തിന് കണ്ണൻ ഒരു സമ്മാനവും മഞ്ജുവിന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കരുണ കൊടുത്ത സ്വർണ്ണങ്ങളാണ് അവൾക്കുള്ള കയ്യിരിക്കുന്നതെന്നുള്ള കാര്യം സീമന്തിനിക്കും വാമദേവനും അറിയാം. മാത്രമല്ല ദുർഗ കൊടുത്ത 10-20 പവൻ്റെ സ്വർണ്ണമുണ്ട്. അതെന്തായാലും മുക്കുപണ്ടം അല്ല എന്നുള്ള കാര്യം നമ്മുടെ വാമദേവൻ അറിയാൻ. കാരണം തൻ്റെ അമ്മയുടെ സ്വർണം തന്നെയാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ കരുണ കൊടുത്തത് മുക്കുപണ്ടമാണെന്നുള്ള കാര്യം അവരറിയുന്നു. ഇതോടെ മഞ്ജുവിന് സീമന്തിനിയമ്മയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. സീമന്തിനിയമ്മയ്ക്ക് മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം അവളെ ഇവിടെ നിർത്തണ്ട, തിരികെ കമലേശ്വരം വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കാൻ അച്ഛനോടും മോനോടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് മഞ്ജുവിൻ്റെ കയ്യിലെ മുക്കുവണ്ടങ്ങളെക്കുറിച്ച് അറിയുന്നത്. അതോടെ വാമദേവനെ നിർത്തിപ്പൊരിക്കുന്നുണ്ട്. നിങ്ങളുടെ പെങ്ങടെ മോള് മുക്കുവണ്ടവും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടോണം, അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സീമന്തിനിയമായി തൻ്റെ മകളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന കാര്യമൊക്കെ ദുർഗാമ്മ അറിയുന്നു. അതിൽ മനസ്സ് തകർന്നു നിൽക്കുന്നുണ്ട് ദുർഗാമ്മയും. മാത്രമല്ല കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ മോളെ ഇങ്ങനെ ചതിച്ചത്? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് കണ്ടത്. മഹാലക്ഷ്മിയെക്കായും നിന്നെയല്ലേ ഞാൻ സ്നേഹിച്ചത്, പിന്നെ എന്തിനാണ് എന്നെ എൻ്റെ മോളെയും ചതിച്ചതെന്ന് ചോദിക്കുമ്പോൾ, സ്വർണ്ണമില്ലാത്തതിൻ്റെ പേരിൽ മഞ്ജുവിൻ്റെ കല്യാണം മുടങ്ങി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുക്കുവണ്ടം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ഇത് ഞാൻ മാത്രം അറിഞ്ഞ കാര്യമല്ല, ഉണ്ണിയേട്ടനും അറിയാം എന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്ക് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട്. ആ വിവരം ഉണ്ണിയോട് ചോദിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, തൽക്കാലം സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ട് അമ്മയോട് കാര്യങ്ങൾ പറയാം, എത്രയും പെട്ടെന്ന് മേഘേട്ടനെ എങ്ങനെയെങ്കിലും
പുറത്തിറക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരറിഞ്ഞ നാണക്കേടാ. അപ്പം നിനക്കറിയാം നാണക്കേടുള്ള പരിപാടിയാണ് നീ നിൻ്റെ ഭാര്യയും ചെയ്തതെന്ന് ദുർഗയും കലിപ്പിച്ച് ചോദിക്കുന്നു. അങ്ങനെ ഉണ്ണി അങ്ങ് പോകുന്നു. അപ്പോൾ ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.